ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ നിൽക്കുന്ന അപ്ഡേറ്റ് ഉണ്ട്. സോ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് വന്നപ്പോൾ നിൽക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് അവരുടെ ആകെയുള്ള 2 പ്ലേ മേക്കർ, അത്രയൊക്കെ പ്ലേ മേക്കറുള്ള എല്ലാ ടീമിലും തന്നെ വളരെ പ്രധാനപ്പെട്ട 2 പ്ലേ മേക്കറായ ദിമിത്രിയോസ് പെട്രോസും ഗ്രെഗ് സ്റ്റുവർട്ടും, അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 താരങ്ങളാണെന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടുപേരും ആയിരിക്കും. സോ അവർ രണ്ടുപേരും അടുത്ത കളിയിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 2 പേർക്കും പരിക്കാണ്. കഴിഞ്ഞ മാച്ചിനിടയിൽ പെട്രോസിന് പരിക്ക് പറ്റി. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അതായത് ഗ്രെഗ് സ്റ്റുവർട്ടിന് നീലെന്തോ പ്രോബ്ലം, അദ്ദേഹം കളിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കാം ചിലപ്പോഴൊക്കെ മുട്ടിന് പിടിക്കുന്നത്. സോ അദ്ദേഹത്തിനും അങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. സോ എന്തായാലും 2 താരങ്ങളും അടുത്ത മാച്ചിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ അറിയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് നല്ലതാണ്. ഫോറിൻ പ്ലേയേഴ്സിനോട് എന്താ പറയുക, ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്ന ഇന്ത്യൻ പ്ലേയേഴ്സും അവർക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്കും അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീസസ് ഹിമെനസുമായിട്ട് വന്നപ്പോഴേക്കും ഒരു അപ്ഡേറ്റാണ്. എന്തായാലും ഹീസസ് ഹിമെനസിന് പരിക്ക് പറ്റിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞാണ്. തൈക്കാണ് ഇതിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആകുമെന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം. സോ എന്തായാലും കുറഞ്ഞതൊരു 2 ആഴ്ചയെങ്കിലും അതിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് അടുത്ത 2 ഗെയിമിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്ന് ഏതാനൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു. ബട്ട് എന്താ പറയുക, MRI വന്നിട്ടില്ല. സോ MRI വരുമ്പോൾ കറക്റ്റ് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 9 ഗോൾ അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ടോപ്പ് സ്കോറർ എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇത്രയും നല്ലൊരു അവസരമാണ്, ഒരു കംബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഹീസസ് ഹിമെനസിൻ്റെ അഭാവം എന്ന് പറയുന്നത്. സോ എന്തായാലും അദ്ദേഹത്തിനൊരു തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം.